റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ ഏറെക്കുറെ സമയമായപ്പോഴേക്കും അമേരിക്കയുടെ കാര്യത്തിലും ഒരു തീരുമാനം ആയിരിക്കുകയാണ്. കാലുവാരൽ പാരമ്പര്യവുമായി കൈക്കൊള്ളുന്ന അമേരിക്കൻ ഭരണാധികാരികളുടെ തനി സ്വരൂപം പുറത്തെടുക്കാൻ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറന്നിട്ടില്ല. അത്രയും കാലം യുക്രൈന്റെ കൂടെ നിന്നിരുന്ന അമേരിക്ക പെട്ടെന്നായിരുന്നു കാലുമാറി റഷ്യയുമായി ബന്ധം സ്ഥാപിച്ചതും യുക്രൈനെ കൈയൊഴിഞ്ഞതും. റഷ്യയെ പോലെ ശക്തനായ ഒരു രാജ്യത്തെ പിണക്കിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്തിട്ടാണ് ട്രംപ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. അതിനിടയിൽ കൂടെ നിന്ന സഖ്യകക്ഷികളെ എല്ലാം തന്നെ ചൊടിപ്പിച്ച അമേരിക്കയെ പതിയെ രക്ഷക സ്ഥാനം എന്ന അമേരിക്കയുടെ മനോരാജ്യത്ത് നിന്നും പുറത്താക്കാനുള്ള പുറപ്പാടിലാണ് നാറ്റോ രാജ്യങ്ങൾ. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ തങ്ങളുടെ പ്രധാന പ്രതിരോധ ഗ്യാരണ്ടിയായിട്ടുള്ള അമേരിക്കയെ ആ സ്ഥാനത്ത് നിന്നും ക്രമേണ മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതി നാറ്റോ അംഗങ്ങൾ തയ്യാറെടുക്കുകയാണെന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മൻ രാജ്യങ്ങൾ ഇപ്പോൾ സൈനിക സാമ്പത്തിക സഹായങ്ങൾ പ്രദാനം ചെയ്യുന്ന അമേരിക്കയിൽ നിന്നും ആ പദവി മാറ്റി സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളെ കുറിച്ച് ചർച്ച നടത്തുകയാണെന്നും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഈ ജൂണിൽ നടക്കുന്ന നാറ്റോ വാർഷിക ഉച്ചകോടിക്ക് മുൻപ് അമേരിക്കയ്ക്ക് മുമ്പിൽ ഈ നിർണായക കാര്യം അവതരിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്കയ്ക്ക് പ്രതിരോധ പ്രതിബദ്ധതകളിൽ നിന്നും പിന്മാറാനോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്നും പൂർണ്ണമായും പുറത്തേക്ക് പോകാനോ കഴിയുമെന്ന് യൂറോപ്യൻ നാറ്റോ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായ ആശങ്കകൾ നിലനിൽക്കുന്നതാണ് ഈ ശ്രമം പ്രതിഫലിപ്പിക്കുന്നത്. പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള യൂറോപ്യൻ യൂണിയൻ പ്രതിബദ്ധതകൾ പദ്ധതിയിൽ ഉൾപ്പെട്ടേക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ട്രംപ് ക്രമേണ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൈമാറുന്നതിൽ സമ്മതിക്കുമെന്നാണ് നാറ്റോയുടെ കണക്കുകൂട്ടല്. ഇതോടെ അമേരിക്കയ്ക്ക് ഏഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു. എന്നിരുന്നാലും ചില യൂറോപ്യൻ രാജ്യങ്ങൾ ചർച്ചകളെ പിന്തുണയ്ക്കാൻ മടി കാണിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളുടെയും ഘടനാപരമായ കൈമാറ്റത്തിന് അമേരിക്ക സമ്മതിക്കുമോ എന്ന് ഒരു വിഭാഗം രാജ്യങ്ങളിലും സംശയമുണ്ടാക്കുന്നുണ്ട്. നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ചെലവ് GSTയുടെ 5% ഉയർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. സഖ്യകക്ഷികളുമായുള്ള അസന്തുലിതമായ ബന്ധം ഇനി അമേരിക്ക സഹിക്കില്ല എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. ഈ മാസം ആദ്യം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ ഒരു പ്രതിരോധ യൂണിയൻ സൃഷ്ടിക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ബ്ലോക്കിന്റെ സൈനിക വ്യവസായ സമുച്ചയത്തിനായി 800 ബില്യൺ യൂറോ വരെ കടവും നികുതി ഇളവുകളും സമാഹരിക്കുന്നതിനായുള്ള റീ ആർം യൂറോപ്പ് എന്നറിയപ്പെടുന്ന ഒരു പദ്ധതിയും യൂറോപ്യൻ യൂണിയൻ പിന്തുണച്ചിട്ടുണ്ട്. അതിനിടയിൽ യുക്രൈനിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യത്തിനുള്ള പദ്ധതിക്കായുള്ള തീവ്ര ശ്രമത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ആഴ്ചകളായി മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാറുമായി ഇച്ഛാശക്തിയുള്ളവരുടെ സഖ്യം എന്ന പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 30 രാജ്യങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും എത്ര പേർ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതുവരെ ഫ്രാൻസും ബ്രിട്ടനും മാത്രമാണ് യുക്രൈനിൽ സൈനികരെ വിന്യസിപ്പിക്കുമെന്ന് വ്യക്തമായി പ്രതിജ്ഞയെടുത്തത്. യൂറോപ്യൻ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായുള്ള അമേരിക്കൻ പിന്തുണ അനിശ്ചിതത്വത്തിലാകുകയും അമേരിക്കൻ പിന്തുണയില്ലാതെ സൈനികരെ വിന്യസിപ്പിക്കില്ലെന്ന് ബ്രിട്ടൻ അറിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യുക്രൈനായി ഒരു UN സമാധാന ദൗത്യത്തിന്റെ സാധ്യത മാക്രോൺ പരിശോധിച്ചതായി ദി ഡെയിലി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. യൂറോപ്യൻ കൗൺസിൽ ഉച്ചകോടിയിൽ മാക്രോൺ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡേലുമായി പദ്ധതി ചർച്ച ചെയ്തതായി പത്ര റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിരുന്നാലും മാക്രോൺ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുക മാത്രമാണോ അതോ അദ്ദേഹം അത് ഗൗരവമായി പരിശോധിക്കുകയാണോ എന്ന് ഉറപ്പില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. യുക്രൈനായുള്ള ഏതൊരു UN സമാധാന പരിപാലന ദൗത്യവും വേണ്ടത്ര വിജയിക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു.